ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ, വർത്തമാന പുസ്തകം, പാഠവും പൊരുളും, ഒരു ചരിത്ര വിചാരം. നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 44-ാം പാഠമാണ്. പേജ് നമ്പർ 228 മുതൽ 231 വരെയുള്ള ഭാഗങ്ങളാണ്. ജോൺ മാലിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. നിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പാഠവും പൊരുളുമെന്ന പഠന പരമ്പര ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈശോയെ നിൻ്റെ കൃപയും കരുതലും ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും ഇതുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പഠനം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ നൽകണമേ. അങ്ങനെ സഭയെ അറിഞ്ഞ്, സഭയെ സ്നേഹിച്ച്, സഭയിലെ സജീവ പ്രവർത്തകരായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം 44-ാം പാഠത്തെ ആസ്പദമാക്കിയ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കാണുക. ഈ ഭാഗം ലിബർനോ നഗരത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ആരാധനക്രമങ്ങളും പീസ നഗരത്തിലെ സന്ദർശനവുമാണ് വിവരിക്കുന്നത്. ഇതിനെ പ്രധാനപ്പെട്ട 5 ആശയങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. 1. പഴയ സുഹൃത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച. ലിബർനോയിലെത്തിയ തോമാ കത്തനാരുടെ സംഘത്തെ സ്വീകരിച്ചത് മൽപ്പാൻ്റെ പഴയ സഹപാഠിയായ പത്രീസിയോ എസ്തപ്പ നെപ്പോളി എന്ന ഗ്രീക്ക് പാതിരിയായിരുന്നു. അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും യാത്രാ സംഘത്തിന് താമസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു. പഴയ ഒരു സുഹൃത്തുക്കളുമായുള്ളൊരു കൂടിക്കാഴ്ച അപ്രതീക്ഷിതമായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവരായിരിക്കുക. അതുപോലെ തന്നെ ലിബർനോയെക്കുറിച്ചുള്ള ലിബർനോ നഗരത്തെക്കുറിച്ചുള്ള വിവരണമാണ് അടുത്തതായി നമ്മൾ കാണുക. നിരപ്പായ സ്ഥലത്ത് ഭംഗിയായി പണിതുയർത്തിയ നഗരമാണ് ലിബർനോ. വിപുലമായ തുറമുഖം, കൃത്യമായ കച്ചവട മര്യാദകൾ എന്നിവയാൽ വിവിധ രാജ്യക്കാർ ഇവിടെ വ്യാപാരത്തിനായി എത്തുന്നു. അഗതികൾക്കും അനാഥർക്കുമായുള്ള നിരവധി സേവന കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു കച്ചവട സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ നഗരമാണെങ്കിൽ പോലും പാവപ്പെട്ടവരോടും അനാഥരോടുമുള്ള ഒരു കരുതൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന സ്ഥലവും കൂടിയാണ്. 3-ാമത്തെ ആശയം അർമേനിയൻ കുർബാനയുടെ പ്രത്യേകതകൾ. അർമേനിയൻ പള്ളിയിലെ കുർബാന രീതി കത്തനാർ കൗതുകത്തോടെ വിവരിക്കുന്നു. 1.5 മണിക്കൂർ നീളുന്ന നമസ്കാരം, പാട്ടുകൾ, മണികൾ കിലുക്കിയുള്ള ശുദ്ധമാന ഓസ്തി ഉയർത്തൽ, പട്ടക്കാരൻ തലയിൽ ധരിക്കുന്ന വട്ടമുടി എന്നിവ അവിടുത്തെ പ്രത്യേകതകളാണ്. 4-ാമത്തെ ആശയം ഇതാണ്: പിസ നഗരത്തിലെ സന്ദർശനം. ലിബർനോയിൽ നിന്നും പുറപ്പെട്ട സംഘം പിസ നഗരത്തിലെത്തി. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന നദിയും അതിൻ്റെ ഇരുപുറങ്ങളിലുമുള്ള തെരുവുകളും കത്തനാർക്ക് വലിയ സന്തോഷം നൽകി. കച്ചവട സാധനങ്ങൾ തോണിയിലാണ് ഇവിടെ എത്തിച്ചിരുന്നത്. 5-ാമത്തെ ആശയം വികാരി ജനറലിൻ്റെ മുന്നറിയിപ്പ്. പിസയിലെ വികാരി ജനറലിനെ കണ്ടപ്പോൾ അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. റോമിലെ പ്രൊപ്പഗന്ദ സെക്രട്ടറിയുടെയും മിഷണറിമാരുടെയും പ്രവർത്തന ശൈലി കാരണം തോമാ കത്തനാരുടെ ദൗത്യം വിജയിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് പിന്നീട് റോമിൽ വെച്ച് സത്യമാണെന്ന് കത്തനാർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ പ്രധാന ക്ലാസ്. എല്ലാ ദിവസവും സൂചിപ്പിക്കുന്ന പോലെ വർത്തമാന പുസ്തകം പറഞ്ഞിരിക്കുന്ന പേജുകൾ വായിക്കുമല്ലോ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ലിബർനോയിൽ തോമാ കത്തനാരുടെ സംഘത്തെ സ്വീകരിച്ച ഗ്രീക്ക് പാതിരി ആര്? പത്രീസിയോ എസ്തപ്പ നെപ്പോളി. ലിബർനോ നഗരം ഏത് ഭരണാധികാരിയുടെ കീഴിലായിരുന്നു? തുപാക്കാന രാജ്യത്തെ ഗ്രാൻഡ് ഡ്യൂക്കിൻ്റെ കീഴിൽ. ലിബർനോയിലെ വീടുകൾക്ക് ജനോവയിലെ വീടുകളിൽ നിന്നുള്ള വ്യത്യാസമെന്ത്?
ജനോവയിലെ വീടുകളെപ്പോലെ ലിബർണോയിലെ വീടുകൾക്ക് അത്ര ഉയരമില്ല. ലിബർണോയിൽ ഏതെല്ലാം വിഭാഗക്കാരാണ് സ്ഥിരതാമസക്കാരായി ഉണ്ടായിരുന്നത്? അർമേനിയക്കാർ, ഗ്രീക്കുകാർ, യൂതന്മാർ. തോമാ കത്തനാർ ലിബർണോയിൽ വെച്ച് ഏതു പള്ളിയിലാണ് കുർബാന ചൊല്ലിയത്? അർമേനിയക്കാരുടെ പള്ളിയിൽ. അർമേനിയൻ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് എത്ര സമയം നമസ്കാരം നടക്കും? 1.5 മണിക്കൂർ. അർമേനിയൻ പട്ടക്കാർ കുർബാന സമയത്ത് തലയെ ധരിക്കുന്ന വേഷമെന്ത്? മെത്രാന്മാരുടേതിന് സമാനമായ ഒരു വട്ടമുടി. പത്രീസിയോസ് പാതിരിക്ക് സമ്മാനമായി നൽകിയ പായ എവിടെ നിന്ന് വാങ്ങിയതാണ്? ചിന്നപട്ടണത്ത് നിന്നും. പീസ നഗരത്തിൻ്റെ പ്രത്യേകതയായി കത്തനാർ വിവരിക്കുന്നത് എന്ത്? നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന തൊളിഞ്ഞ നദി. പീസയിലെ വികാരി ജനറലിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അതിഥികൾക്ക് നൽകിയ പാനീയം ഏത്? ചോക്ലേറ്റ് പാനീയം. മലങ്കരയിൽ നിന്നുള്ള ദൗത്യത്തെക്കുറിച്ചുള്ള വികാരി ജനറൽ നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു? റോമിലെ പ്രൊപ്പഗാൻഡ സെക്രട്ടറിയുടെയും മിഷണറിമാരുടെയും നിലപാടുകൾ കാരണം കാര്യം സാധിക്കാൻ പ്രയാസമായിരിക്കുമെന്ന്. മിഷണറിമാരും റോമിലെ പ്രൊപ്പഗാൻഡ സെക്രട്ടറിയെയും കുറിച്ച് ഇസ്രായേലിലെ വികാരി ജനറൽ പറഞ്ഞ അഭിപ്രായമെന്ത്? പാതിരിമാരിൽ പലരും പണം തേടിയാണ് പോകുന്നത് എന്നും സ്റ്റീഫൻ ബോർജി എന്ന സെക്രട്ടറി അവർക്ക് പിന്തുണ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.